പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം കൂടുതൽ സിനിമാ പ്രവർത്തകരിലേക്ക് വ്യാപിപ്പിക്കുന്നു. നടൻ ബോബി കുര്യൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള നീക്കങ്ങളാണിത്. രഞ്ജിത്തിന് നിയമ നടപടികളിൽ നിന്നും അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ ഇരുവരുടെയും സഹായം ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ബോബിയും ശാലിനിയും രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തും. ഇക്കാര്യം തെളിഞ്ഞാൽ ഇവരെ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. നടിയുടെ പരാതിയിൽ പറയുന്ന ലൈംഗിക അതിക്രമം നടന്ന കാരവാൻ പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ കാരവാനിൽ വിശദമായ പരിശോധന നടത്തും. കൃത്യം നടന്ന സ്ഥലത്തെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നത് കേസിൽ രഞ്ജിത്തിനെതിരെയുള്ള കുറ്റപത്രം ശക്തമാക്കാൻ സഹായിക്കും. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടന്ന ഈ അതിക്രമം മൂടിവെക്കാൻ ആരെങ്കിലും ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുടെയും സാക്ഷികളുടെയും മൊഴികൾ ഇതിനായി രേഖപ്പെടുത്തും. പരാതിക്കാരിയായ നടിക്ക് നേരെ സമ്മർദ്ദങ്ങൾ ഉണ്ടായോ എന്ന കാര്യവും പരിശോധനയിലുണ്ട്. രഞ്ജിത്തിന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ചിത്രത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള വേഷം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കാരവാനിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് നടിയുടെ മൊഴി. സിനിമാ മേഖലയിലെ അധികാര ദുർവിനിയോഗമാണ് ഇവിടെ നടന്നതെന്ന് നടി ആരോപിക്കുന്നു. കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയുമായി പ്രതിഭാഗം കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഗൗരവകരമായ കുറ്റകൃത്യമായതിനാൽ പോലീസ് ഇതിനെ ശക്തമായി എതിർക്കും. കഴിഞ്ഞ ദിവസം സിനിമാ ലൊക്കേഷനിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളത്ത് നിന്നും തൊടുപുഴയിലേക്ക് പോകുന്ന വഴി മുട്ടത്ത് വെച്ച തൊടുപുഴ പോലീസ് സംഘം തടയുകയായിരുന്നു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ കൃത്യമായ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ മിന്നൽ നീക്കം. തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത രഞ്ജിത്തിനെ പിന്നീട് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിൽ ഉയർന്നുവന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. അന്വേഷണത്തിന്റെ ഭാഗമായി രഞ്ജിത്തിന്റെ ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരാതിക്കാരിയുമായി നടത്തിയ ആശയവിനിമയങ്ങളും മറ്റ് സാങ്കേതിക തെളിവുകളും ശേഖരിച്ചു വരികയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക പ്രവർത്തകരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. മലയാള ചലച്ചിത്ര രംഗത്ത് വലിയ ചർച്ചകൾക്കാണ് ഈ അറസ്റ്റ് തുടക്കമിട്ടിരിക്കുന്നത്. സിനിമാ സംഘടനയായ അമ്മ അടക്കമുള്ളവയിൽ നിന്നും രഞ്ജിത്തിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ ഇരകൾ പരാതിയുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല.